എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് രാത്രി 10 മണി കേട്ടോ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും എന്തായാലും റോഡിൻ്റെ മുകളിൽ വന്ന് നിൽക്കണം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് KSRTC ബസ് അനുവദിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. പാലക്കാട് നിന്ന് ചക്കിട്ടപ്പാറ വരെ പോകുന്ന ഒരു ബസ്സാണ്, KSRTC ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വീകരണം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് KSRTCന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ നമ്മൾ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കേട്ടോ. ഈ അമ്മ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അമ്മ വളരെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബസ് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. മിഠായിയും മാലയും ഒക്കെ ആയിട്ട് അങ്ങനെ കാത്ത് നിൽക്കുകയാണ് ബസ്സിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പുതിയതായിട്ട് അനുവദിച്ച ഒരു ഷെഡ്യൂളാണ്. അപ്പോൾ ഷെഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും. ഡയറക്റ്റ് ചക്കിട്ടപ്പാറ നിന്ന് പാലക്കാട് വരെ പോകുന്ന ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങളാണ് ആദ്യം എത്തിയത്. പുരുഷന്മാരൊക്കെ പുറകെ വരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷം 10:10 ബസ് ഞങ്ങളുടെ സ്റ്റോപ്പിൽ എത്തുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളൊക്കെ 10 മിനിറ്റ് നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇതാണ് സെക്രട്ടറി കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ട്, നാട്ടുകാരുണ്ട്. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ കെയർ ഓഫിലാണ് ഈ ഒരു സ്വീകരണം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത്, ഇതാണ് കേട്ടോ 2 കടകളാണ് ഇവിടെ ഉള്ളത്. 2-3 കടകളുണ്ട്. ഒരു ഹോട്ടലുണ്ട്, ഒരു സ്റ്റേഷനറി കട. ഞങ്ങളുടെ ബസ് വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബസ് വന്നപ്പോൾ നമ്മളിതിനെ മാലയൊക്കെ ചാർത്തുന്നുണ്ട്. അതിന് ശേഷം ഇതാണ് സെക്രട്ടറി കേട്ടോ. അദ്ദേഹം KSRTCയിൽ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹമാണ് ഡോറ് തുറന്ന് ഡ്രൈവറെയും കണ്ടക്ടറെയൊക്കെ ഇറക്കി അവരെ ഒരു ആദരിക്കുന്ന ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിന് മാലയൊക്കെ ഇട്ടു, സ്വീകരിച്ചു നമ്മൾ. പിന്നെ കണ്ടക്ടറെയും ഡ്രൈവറെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പിന്നെ അവർക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കേട്ടോ. 2 പേർക്കും ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ വണ്ടിയിലുള്ള യാത്രക്കാർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ മിഠായി വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിട്ട് രാത്രി നല്ലൊരു പരിപാടിയായിരുന്നു. എല്ലാവരും കൂടെ നല്ലൊരു എന്താ പറയുക, സന്തോഷമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടു തോന്നും.